പുത്രനായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമേറിയ നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടി അറിയിപ്പാൻ കർത്താവുന്ന ഭാഗ്യത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ദൈവവചനത്തിന് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. പ്രത്യേകിച്ച് യോശുവയുടെ പുസ്തകത്തിൽ നമ്മൾ ചിന്തിപ്പാനിടയായത്, യോശുവ തൻ്റെ കുടുംബവും യഹോവയെ സേവിക്കുവാൻ തീരുമാനമെടുക്കുമ്പോൾ അവർ കർത്താവിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി അവർ സ്വയം വേർതിരിക്കുകയാണ്. അവർ ചില തീരുമാനങ്ങൾ എടുക്കുകയാണ്. അതിനുശേഷം ഇസ്രായേലിൻ്റെ മക്കളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ, പുതിയ നിയമസഭയിലും ആയിട്ടുള്ള വാഗ്ദത്തങ്ങളും തമ്മിലുള്ള ചില പൊരുത്തക്കേടുകളുടെ ചില പൊരുത്തങ്ങൾ പറയുവാനിടയായി. ഇസ്രായേലിൻ്റെ മക്കൾ മരുഭൂമിയിൽ നടന്നപ്പോഴും അവർ വാഗ്ദത്ത ദേശത്ത് എത്തിച്ചപ്പോഴും ദൈവം അവരുടെ ജീവിതത്തിൻ്റെ മേൽ ഉണ്ടായിരുന്ന ദൈവിക വാഗ്ദത്തങ്ങൾ പൂർത്തീകരിച്ചത് ദൈവത്തിൻ്റെ ചില പ്രവൃത്തികൾ കൂടിയാണ്. ആ പ്രവൃത്തികൾ ഇന്ന് പുതിയ നിയമസഭയിലും അതിന് സമാനമായതുണ്ട്. ഇസ്രായേലിൻ്റേതായ വാഗ്ദത്തങ്ങൾ മാത്രമേ, അത് എല്ലാം നമുക്ക് യേശുക്രിസ്തുവിന്റെ വാഗ്ദത്തങ്ങളാണ് ദൈവസഭയ്ക്കുള്ളത്. എന്നാൽ അതിനപ്പുറത്ത് ദൈവമക്കൾക്ക് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളുണ്ട്. അപ്പോൾ പുതിയ നിയമ ഇസ്രായേലായി ദൈവസഭയെ വിളിച്ചിരിക്കുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ, അവർ ഇസ്രായേലിൻ്റെ ജീവിതത്തിൽ എപ്പോഴൊക്കെ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളും ദൈവിക അനുഗ്രഹങ്ങളും അവരുടെ ജീവിതത്തിൻ്റെ മേൽ കടന്നു വരുവാനുള്ള ദൈവത്തിൻ്റെ അത്ഭുതങ്ങളും ദൈവത്തിൻ്റെ അടയാളങ്ങളും ദൈവത്തിൻ്റെ വൻകാര്യങ്ങളും ഇസ്രായേലിനോട് ദൈവം ചെയ്യുവാൻ ഇടയായതിൻ്റെ കാരണം, ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു അവർ ദൈവത്തിന് വേണ്ടി സെപ്പറേറ്റഡ് ആയിരുന്നു, ദൈവത്തിന് വേണ്ടി ഒരു വില കൊടുത്തവരായിരുന്നു ആ സമയത്ത്. എന്നാൽ എപ്പോഴൊക്കെ ദൈവത്തിന് ആ സെപ്പറേഷനിൽ നിന്ന് മാറിപ്പോയോ അപ്പോഴൊക്കെയും ശത്രുവായവൻ അവരുടെ ജീവിതത്തിൻ്റെ മേൽ കടന്നു വരുവാനും അവർ ബന്ധനത്തിലായി പോകുവാനും ഇടയായി. പുതിയ നിയമസഭയ്ക്കും ചില ദൈവിക വേർപാടുകളെ ദൈവം തന്നിട്ടുണ്ട്. വേർപാടെന്നൊക്കെ പറയുമ്പോൾ പൊതുവെ ആൾക്കാർക്കൊരു ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. സ്തോത്രം. പക്ഷേ ഇന്ന് നമ്മൾ പറയുന്ന വിഷയം പരിശുദ്ധാത്മാവ് അതിൻ്റെ സത്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ട് പോകുന്നതിനപ്പുറത്ത് അതിനകത്ത് മറഞ്ഞു കിടക്കുന്ന ദൈവിക മർമ്മങ്ങളും സത്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ അത് ഒരു ദൈവപ്രവൃത്തിക്ക് മുഖാന്തരമാക്കി ദൈവം മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ പറഞ്ഞു നിർത്തിയ ഭാഗത്തു നിന്ന് നമുക്ക് വീണ്ടും തുടരുവാൻ താല്പര്യപ്പെടുന്നു. 1 തിമോഥെയോസിൻ്റെ ലേഖനം അതിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യമാണ് നമ്മൾ അവസാനമായിട്ട് പറഞ്ഞതെന്ന് വിശ്വസിക്കുന്നു. അവിടെ തിരുവചനം അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിന് ലേഖനം എഴുതുമ്പോൾ അവസാനത്തെ തൻ്റെ ജീവിതത്തിൻ്റെ നിമിഷങ്ങളിൽ തൻ്റെ കഴുത്ത് അറുക്കപ്പെടാൻ പോകുമ്പോൾ തണുത്തു തുറഞ്ഞ കാരാഗ്രഹമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടെ തൻ്റെ അവസാനത്തെ നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ തൻ്റെ നല്ല ഓട്ടം ഓടി പൂർത്തീകരിച്ചു, വിശ്വാസം കാത്തു എന്ന് പറഞ്ഞ് ആമേൻ തൻ്റെ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് തൻ്റെ യുവത്വത്തിലായിരുന്ന അല്ലെങ്കിൽ യുവാവായിരുന്ന തിമോഥെയോസിനോട് പറയുകയാണ്, നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളോവേ, അത് വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ. അപ്പോൾ ദൈവ പൈതൽ, ദൈവത്തിൻ്റെ മനുഷ്യൻ, മാൻ ഓഫ് ഗോഡ് എന്ന് പലപ്പോഴും പറയുന്ന പാസ്റ്റർമാരാണെന്നാണ് ആൾക്കാർ ചിന്തിക്കുന്നത്. പക്ഷേ കർത്താവിനാൽ വിളിക്കപ്പെട്ട ഓരോ വിശ്വാസിയും ഒരു ദൈവ മനുഷ്യനാണ്, ദൈവ പൈതലാണ്, ഒരു ഡിസൈപ്പിളാണ്. ദൈവം അതിനായിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അവർക്കാണ് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളുള്ളത്. എനിക്ക് ജോൺ മാക്കാദർ എന്ന് പറഞ്ഞത്, അതെ, അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനം വായിക്കുക. അദ്ദേഹം പറഞ്ഞത്, അപ്പോസ്തലനായ തിമോഥെയോസ് ലേഖനം എഴുതുമ്പോൾ മാൻ ഓഫ് ഗോഡിന് ചില കാര്യങ്ങൾ വിട്ട് ഓടണം. ഹി ഷുഡ് റൺ എവേ ഫ്രം സർട്ടൻ തിങ്സ്. ചില കാര്യങ്ങൾക്ക് പിന്നാലെ ഓടണം. സ്വതം ചില കാര്യങ്ങളെ ഓടി മുറുകെ പിടിക്കണം. പിന്നെ ചില കാര്യങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യണം. അപ്പോൾ അങ്ങനെ നിന്നെങ്കിൽ മാത്രമേ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഓട്ടം ഓടി തീർക്കുവാൻ ഇടയാകുള്ളൂ. ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ മേലുള്ള ദൈവിക വാഗ്ദത്തങ്ങൾ പൂർത്തീകരിക്കാൻ ഇടയാകുകയുള്ളൂ. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, നീ ചിലതെന്നും ഓടണം. സമയമുള്ളപ്പോൾ വായിച്ചാൽ താല്പര്യമുണ്ടെങ്കിൽ എന്തിൽ നിന്നെല്ലാം ഓടണം എന്നുള്ളതിനെ പറ്റിയൊക്കെ അവിടെ എഴുതി വച്ചിട്ടുണ്ട്. പക്ഷേ ചിലതിൽ നിന്നും ഓടുവാനും ചിലതിനെ
ഓടിപ്പിടിക്കുവാനും വിശ്വാസത്തിൻ്റെ ഓട്ടം പൂർത്തീകരിക്കപ്പെടുവാനുമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾ എത്രയധികം നമ്മുടെ ഓട്ടത്തിൻ്റെ ദൂരം എത്രയധികമാണോ, സ്തോത്രം, ദൈവത്തിൽ നിന്നല്ല ദൈവഹിതമല്ലാത്തതിൽ നമ്മൾ എത്രയധികം ഓടി അകലുന്നുവോ അതിനനുസരിച്ച് നമ്മൾ ദൈവത്തിന് അടുക്കിലേക്ക് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലാകുന്ന ദൈവമക്കൾ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ തയ്യാറാകുക. എത്രയധികം അതിൽ നിന്ന് ഓടുവാൻ തയ്യാറാകുന്നുവോ അത്രയധികം ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അത്രയധികം ദൈവത്തിൻ്റെ കരം നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാനിടയാകും. അത്രയധികം നമ്മൾ ദൈവത്തോട് അടുക്കുവാൻ തക്കവണ്ണം ഇടയാകും. അതുകൊണ്ട് ചിലതിനെ വിട്ടുകൊണ്ടോടുവാൻ ചില തീരുമാനങ്ങൾ എടുക്കുവാൻ തയ്യാറാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു കഴിഞ്ഞ നാളുകൾ കാണാത്ത ചിലത് ഈ ദിവസങ്ങൾ ദൈവം വെളിപ്പെടുത്താൻ പോകും. അധിക സമയമൊന്നും വേണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചില കാര്യങ്ങളിൽ നിന്ന് വിട്ടോടുവാൻ തയ്യാറാണെങ്കിൽ ചില ദൈവം നമ്മുടെ അടുക്കിലേക്ക് നടന്നല്ല കഥാവ് ഓടി വരുന്ന നാളുകളോ നമുക്ക് വേണ്ടി ദിവസങ്ങൾ ദൈവം പ്രവർത്തിക്കുന്ന ദിവസങ്ങളുണ്ട്. അതിൽ അത്ര അധികം ആണ് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളുടെ അടുക്കിലേക്കുള്ള നമ്മുടെ ദൂരവും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. അതുകൊണ്ട് നമ്മൾ മലയാളത്തിൽ പറയുന്ന പോലെ നാടോടുമ്പോൾ നടുവേ ഓടുവാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. സമൂഹത്തിലും സ്തോത്രം നമ്മളായിരിക്കുന്ന കുടുംബത്തിനകത്തും ദൈവം കണ്ടിരിക്കുന്ന വ്യക്തിത്വങ്ങളായി ദൈവത്തിന് വേണ്ടി നിൽക്കാൻ തയ്യാറാകുന്ന ദൈവ പൈതലിൻ്റെ ജീവിതത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ കരം ചലിക്കുമെന്ന് ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്ന ഏൽപ്പിച്ചിട്ട് പറയണം, ദൈവത്തിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല. എനിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ എൻ്റെ ദൈവത്തിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല. ഞാൻ വലുതെന്ന് വിശ്വസിക്കുന്ന, ഞാൻ വലുതെന്ന് കരുതുന്ന, വിടുതലില്ല എന്ന് വിശ്വസിക്കുന്ന ചില വിഷയങ്ങളെ വളരെ വേഗത്തിൽ അതിൻ്റെ മേൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സർവശക്തനായ കരം ഇന്ന് പകലും ചലിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പറകഥാവേ ഹല്ലേലൂയ. ചില വിഷയങ്ങളുടെ മേൽ ഇന്ന് ഭാരപ്പെട്ടിരിക്കുന്ന ഏതെങ്കിലും വിഷയമുണ്ടെങ്കിൽ ഏൽപ്പിച്ചിട്ട് പറ, ഈ ദിവസങ്ങളും ദൈവത്തിൻ്റെ കരം അതിൻ്റെ മേൽ ചലിക്കാൻ പോകുന്നു. ഹല്ലേലൂയ. അപ്പോൾ ദൈവം പഴയ നിയമത്തിൽ എബ്രഹാമിനെ വിളിച്ചതിനെ പറ്റി നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച പറഞ്ഞിരുന്നു. അത് വീണ്ടും പറഞ്ഞാൽ നമുക്കൊരു ബോറടിയാകും. ഹല്ലേലൂയ. ആരും ഉറങ്ങാതിരിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് ഉണർന്നിരുന്ന് കർത്താവിന് വേണ്ടി ശോഭിക്കാൻ തയ്യാറാകാം. ആമേൻ. അപ്പോൾ എബ്രഹാമിനെ ദൈവം വിളിക്കുമ്പോൾ എബ്രഹാമിനോട് ദൈവം പറഞ്ഞു, അല്ലേ, നമുക്ക് നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുവാൻ പറയുമ്പോൾ എബ്രഹാം പിതൃഭവനത്തെയും വിട്ട് എബ്രഹാം അതിനെ വിടേണ്ടതിനെ വിട്ടുകൊണ്ട് പോകുമ്പോഴും ചിലതിനെ എബ്രഹാം വിടാതിരുന്നത് കൊണ്ട് ചില ദൈവപ്രവർത്തികൾ വെളിപ്പെട്ടില്ല എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ പുതിയ നിയമത്തിലും ചിലതിനെ വിടുവാൻ കർത്താവ് ദൈവം പറയുന്നുണ്ട്. തൻ്റെ കുടുംബത്തെ വിട്ട ഭാര്യയോട് ചേർന്നാണ് എബ്രഹാം പോകുന്നതെങ്കിൽ യേശു പറയുന്നു, സ്തോത്രം, എല്ലാത്തിനേക്കാളും ഉപരിയായി നിങ്ങൾ എന്നെ സ്നേഹിക്കുവാൻ തയ്യാറാകുക. എല്ലാത്തിനേക്കാളും ഉപരിയായി നമ്മുടെ അരുമ മണവാളനായിരിക്കുന്ന, നമ്മുടെ പ്രാണനാഥനായിരിക്കുന്ന, നമ്മുടെ സ്തോത്രം, നമ്മളെ അത്രയധികം സ്നേഹിച്ച യേശുവിനുള്ള സ്നേഹം നമ്മുടെ ജീവിതത്തിൽ എല്ലാത്തിനേക്കാളും ഉപരിയായി ഈ ദിവസങ്ങളിൽ തീരുവാൻ കർത്താവ് പറയുന്ന എന്തും നമ്മൾ അനുസരിക്കാൻ തയ്യാറാകുമ്പോൾ ആണ് കർത്താവിൻ്റെ പ്രവൃത്തി ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ മേൽ വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. അപ്പം വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന മണവാളനും മണവാട്ടിയും തമ്മിലുള്ള സ്നേഹബന്ധത്തെ പറ്റി പ്രത്യേകിച്ച് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. ഇക്കാര്യമൊക്കെ ഇവരിയ്ക്കുന്ന എല്ലാവർക്കും തന്നെ ഒരു അനുഭവം ഉള്ളവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം പിന്നെ പക്ഷേ അപ്പോൾ അതുകൊണ്ട് ഭാര്യയും തൻ്റെ പിതാവിനെയും മാതാവിനെയൊക്കെ വിട്ടിട്ട് സ്തോത്രം അവരൊരുമിച്ചൊരു ജീവിതം തുടങ്ങുമ്പോൾ സ്തോത്രം അവിടെ പിന്നെ അവർ ഒന്നായി തീരുകയാണ് എന്നാണ് തിരുവചനം പറയുന്നത്. എന്ന് പറഞ്ഞതുപോലെ അത് കാണിക്കുന്നത് ഭൂമിയിലെ കാര്യമല്ല, സ്വർഗത്തിൽ നടക്കാൻ പോകുന്ന, വരാനുള്ള യുഗത്തിൽ നടക്കാൻ പോകുന്ന ദൈവസഭയും യേശുവുമായിട്ടുള്ള കൂടിച്ചേരലാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ പിന്നിൽ മറിഞ്ഞു കിടക്കുന്നൊരു മർമ്മം. മുസ്ലിം വിവാഹങ്ങൾക്കും ഹിന്ദു വിവാഹങ്ങൾക്കും ഒക്കെ അത് കോൺട്രാക്റ്റൊക്കെ ആയി തീരുമ്പോൾ ഇതിൻ്റെ പിന്നിൽ മറിഞ്ഞു കിടക്കുന്നത് ഒരു ദൈവിക വെളിപ്പാടാണ്. സ്തോത്രം. ക്രിസ്തു സഭയുമായിട്ടാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ആദാം ഒറ്റ വ്യക്തിയായിരുന്നു. പക്ഷേ മുട്ടയാണോ കോഴിയാണോ ആദ്യം ഉണ്ടായതെന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ ആർക്കും അറിയത്തില്ല. പക്ഷേ പുരുഷനാണോ സ്ത്രീയാണോ ആദ്യം ജനിച്ചതെന്ന് പറഞ്ഞാൽ പുരുഷനാണ് ആദ്യം ജനിച്ചത്. പുരുഷനിൽ നിന്നാണ് സ്ത്രീ വന്നതല്ലേ. സ്തോത്രം. സ്ത്രീകൾ ആദാമിൻ്റെ ഭാര്യയുടെ അടുത്താണ് ദൈവം സൃഷ്ടിച്ചത്. അപ്പോൾ പിന്നെ ഇവർ തമ്മിൽ ചേർന്ന് പിന്നെയാണ് പുരുഷൻ സ്ത്രീയിൽ നിന്ന് പുറത്ത്. അപ്പം ഇവർ ഒന്നായിരുന്നത് രണ്ടായത് പിന്നെ ദൈവം ഒന്നാക്കുക. അപ്പം അതിൻ്റെ കാലത്തിൻ്റെ പൂർണ്ണതയിൽ സ്തോത്രം കഥാവിൻ്റെ വരവെങ്കിൽ അതിൻ്റെ പൂർത്തീകരണം വരും. അപ്പോൾ അബ്രഹാം ഇറങ്ങി പുറപ്പെടുമ്പോൾ ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചു.
സ്തോത്രം. പക്ഷേ എബ്രഹാമിൻ്റെ ജീവിതത്തിൽ ആ ദൈവിക വാഗ്ദത്തങ്ങളും ദൈവിക അരുളപ്പാടുകളും എബ്രഹാമിൽ ഒതുങ്ങുവാനല്ല ദൈവം ആഗ്രഹിച്ചത് ഇന്ന് ഈ ദിവസം, ഈ ഞായറാഴ്ച ദിവസം ഇതിനകത്തിരുന്ന് ആരാധിക്കുന്ന ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ കൂടി വെളിപ്പെടാൻ വേണ്ടിയാണ്. സ്തോത്രം. ഹല്ലേലൂയ. വാഗ്ദത്തങ്ങൾ നമ്മളിൽ ഒതുങ്ങുന്നതല്ല. സ്തോത്രം. അത് അനേകരിലേക്ക് കടന്നു ചെല്ലുന്ന ദൈവത്തിൻ്റെ വാഗ്ദത്തം. അവ ദൈവം വിളിച്ചിറക്കി അനുഗ്രഹിച്ച ഒരു ജാതിയാക്കി അബ്രഹാമിനെ മാറ്റുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 17 അതിനകത്ത് മറിഞ്ഞു കിടക്കുന്ന ഒരു മർമ്മം പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എബ്രഹാം അല്ലേ 80 വയസ്സാണോ? 17:1 എബ്രഹാമിന് 99 വയസ്സായപ്പോൾ 99 വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായ അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, നീ എൻ്റെ മുൻപാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക. അപ്പോൾ എബ്രഹാമിൻ്റെ മേൽ പകർന്ന വാഗ്ദത്തം എബ്രഹാമിൻ്റെ ജീവിതത്തിൽ നിലനിൽക്കുവാൻ ദൈവം ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള ക്രിസ്തുയേശുവിനെ നമ്മൾ രക്ഷിതാവായി സ്വീകരിച്ചു. പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ ദൈവം പകർന്നു. ആ പരിശുദ്ധാത്മാവ് മുഖാന്തരം എബ്രഹാമിൻ്റെ വാഗ്ദത്തം ജാതികളുടെ മേൽ പകരപ്പെടുവാടേ എന്ന് തിരുവചനം പറയുന്നു. അതിലേക്ക് നമുക്ക് പോകുന്നില്ല. പക്ഷേ ഈ വാഗ്ദത്തങ്ങൾ നിലനിൽക്കണമെങ്കിൽ ദൈവം പറയുക, നീ എബ്രഹാമെ നിഷ്കളങ്കനായിട്ട് നടക്കണം. സ്തോത്രം. അപ്പോൾ ഈ ദിവസങ്ങളിലും നമ്മുടെ നടപ്പ് നിഷ്കളങ്കതയോടെ ഉള്ള ഒരു നടപ്പാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അവിടെ അതിനുശേഷം അബ്രഹാമിനോട് ദൈവം ഒരു ഉടമ്പടി ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. തലമുറയായി നിന്റെ സന്തതിക്കും മധ്യേ എൻ്റെ നിയമത്തെ നിയമമായി സ്ഥാപിക്കും. അപ്പം വരാനിരിക്കുന്ന തലമുറകൾക്കും, അത് എബ്രഹാമിലൂടെ മാത്രമല്ല ലോകമെമ്പാടും ഇതിനകത്തിരുന്ന് ആരാധിക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിൻ്റെ മേലും ദൈവത്തിൻ്റെ വാഗ്ദത്തം പൂർത്തീകരിക്കപ്പെടേണ്ടതിനായിട്ട് സ്തോത്രം ദൈവം ആഗ്രഹിച്ചു. അത് എബ്രഹാമിൻ്റെ ജീവിതത്തിൽ അത് ദൈവം പൂർത്തീകരിക്കുന്നത് ഒരു പരിച്ഛേദനയിലൂടെയാണ്. അപ്പം ഇസ്രായേലിനെ ദൈവം പരിച്ഛേദന കഴിക്കുമ്പോൾ ആ പരിച്ഛേദന കാണിച്ചു തരുന്നത് ഒരു വ്യക്തിയുടെ ശരീരത്തിലുള്ള ഒരടയാളമാണ്. അത് ദൈവവുമായിട്ടുള്ള ഉടമ്പടിയാണ്. അത് ആ വ്യക്തി എവിടെ പോയാലും ഓർത്തിരിക്കണം. ഐ ആം സെപ്പറേറ്റഡ് ഫോർ ഗാഡ്. ആ വ്യക്തി ദൈവത്തിൻ്റെ വാഗ്ദത്തം ശരീരത്തിൻ്റെ മേൽ, ജീവിതത്തിൻ്റെ മേൽ ഉള്ള വ്യക്തിയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അത് തലമുറയായി അത് ഭവനത്തിലുള്ള അതേ ജോലി ചെയ്യുന്ന അവൻ കുടുംബത്തിലുള്ളവർക്കും കൂടെ അത് ചെയ്യുവാൻ ദൈവം പറയുകയാണ്. ഇന്ന് പുതിയ നിയമസഭയിലായിരിക്കുന്ന ദൈവമക്കൾക്ക് വാഗ്ദത്തമുണ്ട്. പക്ഷേ ഒരു ഉടമ്പടിയിലേക്കാണ് ദൈവം ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളെ വിളിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കിട്ടുന്ന ദൈവിക അനുഗ്രഹങ്ങൾ ചോർന്നു പോകാതക്കവണ്ണം അത് ജീവിതത്തിൽ നിലനിൽക്കുക മാത്രമല്ല, എന്നിലും നിങ്ങളിലും ഒതുങ്ങാതെ അത് അനേകരിലേക്ക് പകരപ്പെടുവാൻ തക്കവണ്ണം ഇടയാകണമെങ്കിൽ ദൈവവുമായിട്ടൊരു ഉടമ്പടി ഉണ്ടാകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് എന്നിൽ ഒതുങ്ങത്തില്ല, ഇത് ദേശത്ത് ആമേൻ അനേകർക്ക് അനുഗ്രഹമാകും, എൻ്റെ തലമുറയ്ക്ക് അനുഗ്രഹമാകും, എൻ്റെ കുടുംബത്തിന് അനുഗ്രഹമാക്കി ദൈവം മാറ്റുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങളടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യാൻ തയ്യാറാകാം. ഹല്ലേലൂയ. അവിടെ ദൈവം ശരീരത്തിലൊരു വേർപാടിനെ കൊടുക്കുകയാണ്. സ്തോത്രം. അപ്പോൾ എന്തുകൊണ്ടാണ്? അതുകൊണ്ട് അവിടെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ടാണ് അഗ്രചർമ്മിയായി പുരുഷപ്രജയെ പരിച്ഛേദന ഏൽക്കാതിരുന്നാൽ ജനത്തിൽ നിന്ന് ഛേദിച്ചു കളയണമെന്ന് നിയമം ലംഘിക്കരുതെന്ന് എബ്രഹാമിൻ്റെ തലമുറയോട് ദൈവം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് മോശ മിസ്രൈമിലേക്ക് പോകുമ്പോൾ മോശയുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ മകനെ പരിച്ഛേദന കഴിക്കാതിരുന്നുകൊണ്ട് മോശയെ കൊല്ലുവാൻ ദൈവം നോക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദൈവവുമായിട്ടുള്ള ഉടമ്പടി.
ഇന്ന് ദൈവത്തിൻ്റെ കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരമുള്ള ഒരു ഉടമ്പടിയിലേക്ക് ദൈവം എന്നെ പ്രവേശിപ്പിച്ചു വയ്ക്കുന്ന ആമേൻ വിശ്വസിക്കുന്നവർ കരങ്ങളിൽ ദൈവകരങ്ങൾ ഏൽപ്പിച്ചിട്ട് പറയാം, എൻ്റെ ജീവിതത്തിൻ്റെ മേൽ ചില ദൈവപ്രവർത്തികൾ മുടങ്ങി കിടപ്പുണ്ട്. ഈ ദിവസങ്ങളിലും ശത്രു ചില മണ്ഡലങ്ങളെ പിടിച്ചു വെച്ചിട്ടുണ്ട്. അത് ഈ ദിവസങ്ങളിൽ പുറത്തു വരാൻ ദൈവം ചെയ്യുവാൻ പോവുകയാണ്. അതിനുവേണ്ടി ഒരു വില കൊടുക്കുവാനുണ്ട്. ആ വില കൊടുക്കുവാൻ ഞാൻ തയ്യാറാകുമ്പോൾ ഹല്ലേലൂയ ഈ ദിവസങ്ങളിലും ദൈവത്തിൻ്റെ കരം അതിൻ്റെ മേൽ ചലിക്കുമെന്ന് വിശ്വസിക്കുന്നവർ പറയണം ഹല്ലേലൂയ. ദൈവവുമായിട്ടുള്ള ഉടമ്പടിയിൽ എന്നെ പങ്കുകാരാക്കി മാറ്റിയ ദൈവത്തിനായി സ്തോത്രം. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 15 ദൈവം ഒരു കവനന്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനുശേഷം ദൈവം അബ്രഹാമുമായിട്ട് വരുന്ന തലമുറയ്ക്കും കൂടി അനേക ദേശങ്ങൾക്ക് അനുഗ്രഹമായി തീരുവാൻ ഒരു ഉടമ്പടി കൂടി സ്ഥാപിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പൊ ഈ ദിവസങ്ങളിൽ ഞാൻ മാത്രം അനുഗ്രഹിക്കപ്പെടുവാനല്ല, എന്നിലൂടെ അനേകം അനുഗ്രഹിക്കപ്പെടുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? സ്തോത്രം. ഹല്ലേലൂയ. എബ്രഹാമിന് 50 വയസ്സും 25 വയസ്സും അല്ല, 99 വയസ്സായി അബ്രഹാമിനെയാണ് ദൈവം സന്ദർശിക്കുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് ഇന്ന് ആർക്കും പ്രായം കൂടിയിട്ടില്ല. ഹല്ലേലൂയ. എനിക്ക് എത്രയും പ്രായം കൂടിയെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് വിശ്വാസം, എൻ്റെ ദൈവത്തെ 99 വയസ്സിലും പ്രവർത്തിക്കാൻ കഴിയുന്ന വാഗ്ദത്തത്തെ പൂർത്തീകരിക്കാൻ കഴിയുന്ന പ്രായം എൻ്റെ ദൈവത്തിന് വിഷയമല്ല, സമയം എൻ്റെ ദൈവത്തിന് വിഷയമല്ല. ഹല്ലേലൂയ. ഇന്ന് ഹല്ലേലൂയ ചില വിഷയങ്ങൾക്ക് വിടുതലില്ല എന്ന് ചിന്തിച്ച് അതിനുമേൽ പ്രവൃത്തി നടക്കത്തില്ല എന്ന് ചിന്തിക്കുന്നവരാണ് കാരണം അബ്രഹാം തൻ്റെ ശരീരം ക്ഷയിച്ചപ്പോഴും ഹല്ലേലൂയ ശരീരത്തിലേക്കെല്ലാം നോക്കിയത് ദൈവത്തിൻ്റെ മുഖത്തേക്കും ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിലേക്കും നോക്കിയിട്ട് പറഞ്ഞു, എൻ്റെ വാഗ്ദത്തം ചെയ്ത ദൈവം സർവശക്തനെന്ന് എണ്ണുവാൻ ഇന്ന് പകലിൽ തയ്യാറാകുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ പ്രവർത്തിക്കാൻ കഴിയുന്ന ശക്തനായ ഒരു ദൈവം ഇന്ന് ചലിപ്പിക്കാൻ കഴിയുന്ന ഒരു സർവശക്തന്റെ കരം ഇതിനകത്ത് ചലിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ദൈവത്തിന് മഹത്വം കൊടുക്കുക. സ്തോത്രം. ദൈവം എബ്രഹാം ദൈവത്തിന് മഹത്വം കൊടുത്തു, പ്രശ്നത്തിലുള്ള മഹത്വം കൊടുത്ത ഹല്ലേലൂയ. ശരീരത്തെ നോക്കിയല്ല മഹത്വം കൊടുത്തത്, എൻ്റെ വിഷയത്തെ നോക്കിയല്ല ഞാൻ മഹത്വം കൊടുക്കുന്നത്. ഇന്ന് പകലിലും എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സർവശക്തനുണ്ട്. ഇസ്രായേലിന്റെ ജീവിതത്തിലും വാഗ്ദത്തങ്ങൾ പ്രാപിച്ചിരുന്നു. അവരെ തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുന്നുവെങ്കിൽ ദൈവം നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങൾ ചെയ്യും. അവർ 40 ദിവസ യാത്ര 40 വർഷം എടുത്തിട്ടും ചെന്നിട്ടില്ലെന്നാണ് ചില ചരിത്രകാരന്മാർ പറയുന്നത്. അത് ദൈവം കാണിച്ച വഴിയോടെ നടക്കാതിരുന്നപ്പോൾ അവര് വാഗ്ദത്ത ദേശത്തിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് ചിലർ പറയുന്നത്. സ്തോത്രം. പക്ഷേ അതിനകത്തേക്ക് അങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല. അങ്ങനെയാണ് ഇതിനകത്ത് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ചില അനുഭവങ്ങൾ. വാഗ്ദത്തങ്ങൾക്കുള്ളിലേക്ക് കാൽ ചവിട്ടുവാൻ കഴിയാതിരിക്കുന്ന ചില മണ്ഡലങ്ങളിൽ അതിനകത്തേക്ക് കാൽ കുത്തുവാൻ തക്കോണം ഇത് കേൾക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിന് മേൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന് ഇന്ന് വിശ്വസിക്കാൻ തയ്യാറാകുക. 40 വർഷമായിട്ടും വിഷയത്തിന്റെ മേൽ വിടുതലായിട്ടില്ല. പ്രാപിക്കേണ്ടതില്ല, പ്രാപിച്ചിട്ടില്ല. പക്ഷെ അതിനകത്ത് എനിക്ക് കയറാൻ സാധിച്ചിട്ടില്ല. ഞാൻ നാളുകളായി കേൾക്കുന്ന ദൂതുകളുണ്ട്, ഞാൻ കേൾക്കുന്ന വാഗ്ദത്തങ്ങളുണ്ട്. ഇതിനുമേലും എന്റെ ജീവിതത്തിന് മേൽ നിവൃത്തികരണങ്ങൾ വന്നിട്ടില്ല. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ മോശയോട് ദൈവം പറഞ്ഞ വാഗ്ദത്തം യോശുവ മുഖാന്തരം ദൈവം ചെയ്യുകയാണ്. സമയമായപ്പോൾ ജനത്തോട് ദൈവം യോശുവയോട് ഇടപെടുകയാണ്. യോശുവ മുഖാന്തരം ഇടപെട്ടിട്ട് പറയുകയാണ്, 3 ദിവസത്തിന് ശേഷം ദൈവം തൻ്റെ ജനത്തെ വാഗ്ദത്ത ദേശത്തേക്ക് പോവുകയാണ്. സ്തോത്രം. ദൈവം ഒരു കാര്യം പറഞ്ഞാൽ ദൈവം അതിൻ്റെ മേൽ പ്രവർത്തിച്ചിരിക്കും. അതിനു മുമ്പിൽ പ്രതികൂലങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, യെരിഹോയുടെ കോട്ടകളുണ്ട്. അതിനു മുമ്പിൽ ചെങ്കടൽ അതിന്റെ മുമ്പിൽ യോർദാനുണ്ട്. പക്ഷെ അതൊന്നും ദൈവത്തിന് വിഷയമല്ല. ദൈവം പറഞ്ഞ് ഞാൻ വാഗ്ദത്തത്തെ കയറ്റാൻ പോവുക. ഞാൻ ജനത്തെ ഈ ദിവസങ്ങൾ നീ പുറപ്പെടുവിക്കാൻ തയ്യാറാകുക, നീ മുന്നോട്ട് പോകാൻ തയ്യാറാകുക, ഞാൻ പറയുന്നത് നീ ചെയ്യാൻ തയ്യാറാകുക. ഒരു തലമുറ മുഴുവൻ സ്വപ്നം കണ്ടത് അടുത്ത തലമുറയിലേക്ക് പകരപ്പെടുമ്പോൾ അവിടെ ഇന്ന് പല വാഗ്ദത്തങ്ങളും പലയിടത്തും കേൾക്കുമ്പോൾ പല ദൈവിക പ്രവൃത്തികളും മുടങ്ങിക്കിടക്കുമ്പോൾ ഹല്ലേലൂയ ഇന്ന് ദൈവസഭകളിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ തടസ്സമായിരിക്കുന്ന ഒരു കാര്യമാണ് യോശുവയോട് ദൈവം പറഞ്ഞത്. യോശുവയെ നിങ്ങളെ തന്നെ നിങ്ങൾ ശുദ്ധീകരിക്കുന്നുവെങ്കിൽ നാളെ നിങ്ങളുടെ ഇടയിൽ ഞാൻ അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അവര് വാഗ്ദത്ത ദേശത്തേക്ക് ചെല്ലുമ്പോൾ യോർദാൻ കലങ്ങി മറിഞ്ഞു നിൽക്കുകയാണ്. അവരോട് പറഞ്ഞു, നിങ്ങൾ പെട്ടകത്തിന്
ഒരു അകലം വിട്ട് നിങ്ങൾ പെട്ടകത്തിൻ്റെ പുറകെ പോകണം. ഒരു അകലം വിട്ട് പെട്ടകത്തിൻ്റെ പുറകെ പോകണം. ഹല്ലേലൂയ. നിങ്ങൾ പെട്ടകത്തിൻ്റെ പുറകെ പോയാൽ നിങ്ങൾ എത്തേണ്ടിടത്ത് ദൈവം എത്തിച്ചിരിക്കും. പെട്ടകത്തിൻ്റെ പുറകെയാണ് പോയത്. പെട്ടകം, ഞാൻ വിശ്വസിക്കും, യേശുവിനെ കാണിക്കുന്നത്, പെട്ടകം കാണിക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ്. പെട്ടകം കാണിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനും ദൈവവചനത്തിനും യേശു ക്രിസ്തുവിന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ച ദൈവവേദനയെ പുതിയ നിയമത്തിൽ യേശു വായിക്കുന്ന യേശു, ഞാൻ പ്രാപിക്കേണ്ട വാഗ്ദത്തങ്ങൾ എൻ്റെ ശരീരത്തിൻ്റെ മേൽ, എൻ്റെ ജീവിതത്തിൻ്റെ മേൽ, എൻ്റെ കുടുംബത്തിൻ്റെ മേൽ, എൻ്റെ തലമുറയുടെ മേൽ ദിവസങ്ങൾ ചെയ്യുവാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. തീരം കവിഞ്ഞൊഴുകുന്ന യോർദാൻ പെട്ടകം ചുമന്ന പുരോഹിതന്മാരുടെ കാൽ വെള്ളത്തിൽ മുക്കിയപ്പോൾ ഒരു വശത്തേക്ക് ചിറ പോലെ യോർദാൻ പിടിച്ചു നിന്നു. മറ്റ് അറ്റത്തുള്ള വെള്ളം സ്തോത്രം അത് ഒഴുകി പോകുന്നതായിട്ട് നമുക്ക് കാണുക. അപ്പോൾ ഉണങ്ങിയ നിലത്തൂടെ തന്നെ ജനത്തെ ദൈവം നടത്തുവാൻ തക്കവണോടെയായി. അവർ വാഗ്ദത്തം കണ്ടു. ഹല്ലേലൂയ. പക്ഷെ അവർ വാഗ്ദത്ത ദേശത്തെത്തി. പക്ഷെ ദേശത്തെത്തിയ ദൈവജനത്തിൻ്റെ ജീവിതത്തിൻ്റെ മേലുള്ള പല വാഗ്ദത്തങ്ങളുടെ പൂർത്തീകരണങ്ങളും നടന്നിട്ടില്ല. ഹല്ലേലൂയ. സ്തോത്രം. 3 ദൈവം പറഞ്ഞ അത്ഭുതം ചെയ്യും, നിങ്ങളെ വിശുദ്ധീകരിച്ചാൽ ഞാൻ അത്ഭുതം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നത്. ഇന്ന് പോയാലും എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ കഴിയുന്ന ദൈവത്തെ ആരാധിക്കുന്നു. ഇസ്രായേൽ ആരാധിച്ച ദൈവത്തെ ആരാധിക്കും. ഞാൻ വിശ്വസിക്കുന്ന ദൈവം ഇന്ന് അത്ഭുതം ചെയ്യുന്ന ദൈവത്തെ ആരാധിക്കും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കരം കുറുകിപ്പോയില്ല. ദൈവത്തിൻ്റെ പദ്ധതി ജീവിതങ്ങളുടെ മേൽ തീർന്നിട്ടില്ല. ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ താല്പര്യമുണ്ട്. എൻ്റെ വിഷയത്തിൻ്റെ മേൽ എൻ്റെ ദൈവത്തിന് താല്പര്യമുണ്ടെന്ന് വിശ്വസിക്കുന്നതിന് പറ. ഹല്ലേലൂയ. അസാധ്യമെന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ദൈവത്തിന് സാധ്യമാണ്. ദൈവത്തിന് എൻ്റെ വിഷയത്തിൻ്റെ മേൽ താല്പര്യമുണ്ടെന്ന് വിശ്വസിക്കുന്നവർ പറയണം, എൻ്റെ ദൈവം ഇന്നും അത്ഭുതങ്ങളെ പ്രവർത്തിക്കാൻ കഴിയുന്ന ദൈവത്തെ ആരാധിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ അതിന് 5-ാം അധ്യായത്തിലേക്ക് വരുമ്പം ദൈവം പറയുകയാണ്, യോശുവയോട് ദൈവം പറയുകയാണ്, തീക്കല്ല് കൊണ്ട് കത്തി ഉണ്ടാക്കി ഇസ്രായേൽ മക്കളെ വീണ്ടും പരിശോധന ചെയ്യണം. അപ്പോൾ അവിടെ വീണ്ടും അന്ന് വരേക്കും അവരുടെ ജീവിതത്തിൽ ഒരു ഉടമ്പടിയിലേക്ക് അവർ വന്നിട്ടില്ലായിരുന്നു. അവർ വാഗ്ദത്ത ദേശത്തെത്തിയെങ്കിലും ദൈവവുമായിട്ടുള്ള ഉടമ്പടി ചെയ്യാൻ തയ്യാറായപ്പോൾ അന്ന് ദൈവം പറഞ്ഞത് അതുപോലെ യോശുവ ചെയ്തു. പക്ഷേ യോശുവയുടെ പുസ്തകം 5:4 പറഞ്ഞിരിക്കുന്നത് യഹോവ യോശുവയോട്, ഇന്ന് ഞാൻ മിസ്രയീമിൻ്റെ നിന്ന നിങ്ങളിൽ നിന്നും ഉരുട്ടി മാറ്റിയിരിക്കുന്നു. സ്തോത്രം. ദൈവവുമായിട്ടുള്ള കവനൻ്റെ ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം ഇടയാകുന്നത് ദൈവം അബ്രഹാമിന് കൊടുത്ത ആ ദൈവിക ഉടമ്പടി ചെയ്യുവാൻ തയ്യാറായപ്പോൾ അവർ പറയുന്നു, ആ സ്ഥലത്തിന് ഗിൽഗാൽ എന്ന ഉരുള് എന്ന പേര് വന്നു. ദൈവം എൻ്റെ നിന്നെ എടുത്തു മാറ്റി. എൻ്റെ നിന്നെ എടുത്തു മാറ്റുന്ന ഒരു ദൈവമുള്ളതിനായി എത്ര സ്തോത്രം ചെയ്യും. കഴിഞ്ഞ നാൾ അനുഭവിക്കുന്ന ചില നിന്ദകളെ ഈ ദിവസങ്ങൾ എടുത്തു മാറ്റാൻ കഴിയുന്ന സർവശക്തനുണ്ട്. ഹല്ലേലൂയ. ചില നിന്ദകൾ എടുത്തു മാറ്റാമെങ്കിൽ ദൈവമായിട്ട് ഉടമ്പടിയിലേക്ക് കടന്നു പോയാൽ ഇന്ന് മുതൽ എത്ര തയ്യാറാകും. അതിനൊരു സെപ്പറേഷൻ ഉണ്ട്. അതൊരു ഹല്ലേലൂയ സ്തോത്രം. ഈ ദിവസങ്ങൾ കൊടുക്കേണ്ടുന്നൊരു വിലയുണ്ട്. ചില വേദനിക്കുന്ന അനുഭവങ്ങളുണ്ട്. പക്ഷെ അത് കൊടുക്കുവാൻ തയ്യാറാണോ? ദൈവം ഈ ദിവസങ്ങളിൽ നിന്നെ ഉരുട്ടി മാറ്റും. അന്ന് തിരുവചനം പറഞ്ഞിരിക്കുന്നത്, അന്ന് മേഘസ്തംഭം നീങ്ങിപ്പോയി, പിന്നെ മന്ന നിന്നുപോയി, പിന്നെ അവര് ദേശത്തിന്റെ വിളവനുഭവിക്കാൻ തുടങ്ങി. ദൈവത്തിന്റെ കരം തന്നെ എനിക്ക് വേണ്ടി ഇറങ്ങി ചലിക്കുന്ന നാളുകൊണ്ട് ചിലർ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ വിശ്വാസം പറ. ചില ആശ്രയങ്ങളെ മാറ്റി ഈ ദിവസങ്ങൾ ദൈവത്തിന്റെ കരം തന്നെ എനിക്ക് വേണ്ടി ചലിക്കാൻ തക്കവണ്ണോടെയാകും. ഹല്ലേലൂയ. പിറ്റേ ദിവസം മന്ന നിന്ന് പോയി. ഇസ്രായേൽ മക്കൾക്ക് പിന്നെ മന്ന കിട്ടിയിട്ടില്ല. കാനാൻ ദേശത്തെ വിള കൊണ്ട് അവർ ഉപജീവിക്കുവാൻ തുടങ്ങി. അതിനുശേഷമാണ് യോശുവ ഒരു ദൂതനെ കാണുന്നത്. കയ്യിൽ ഊരിപ്പിടിച്ച വാളുമായി അവൻ്റെ നേരെ നിൽക്കുന്നത് കണ്ടു. അവൻ്റെ അടുക്കൽ ചെന്ന് അവനോട്, ശത്രുപക്ഷക്കാരനാണെന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു, ഞാൻ യഹോവയുടെ സൈന്യത്തിൻ്റെ അധിപതിയാണ്. അത് ക്രിസ്റ്റോഫാനിയാണെന്ന് പറയപ്പെടുന്ന യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യമാണ് ഇതിൽ പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെയുള്ള ദൈവമക്കളുടെ ജീവിതത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ഒരു സംരക്ഷണമുണ്ട്. ഊരിപ്പിടിച്ച വാളുമായി ദൂതന്മാരെ പാളയമറക്കി
എന്നെ സംരക്ഷിക്കാൻ കഴിയുന്ന ദൈവം എനിക്ക് വേണ്ടി ഈ ദിവസങ്ങൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ ഞാൻ യുദ്ധം ചെയ്യേണ്ട, എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന യഹോവയായ ദൈവമുണ്ട്. പൈശാചിക മണ്ഡലങ്ങൾക്ക് എൻ്റെ ജീവിതത്തിൻ്റെ മേൽ ക്ഷേമെടുക്കാൻ കഴിയത്തില്ല. ഉടബലവ ആമേ ശത്രു അലറി അടുക്കുമ്പോൾ, തകർക്കുവാൻ ശ്രമിക്കുമ്പോൾ അതിന് മധ്യേ ഇറങ്ങി വന്ന എനിക്ക് സംരക്ഷണം നൽകുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനായിട്ട് എത്ര പേർ ദൈവത്തെ സ്തോത്രം ചെയ്യും? ഹല്ലേലൂയ. ഇന്ന് പുതിയ നിയമസഭയ്ക്കും ആമേൻ ഒരു പരിച്ഛേദന ഉണ്ടെന്ന് തിരുവനന്തപുരം പറയുമ്പോൾ റോമർക്കെതിരെ ലേഖനം 4:10 ആമേൻ അവിടെ പറയുന്നു. അതെ, റോമർ 2:29 വായിക്കാം. അകമേ യഹൂദനായനത്രേ യഹൂദൻ, അക്ഷരത്തിലല്ല ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദന അത്രേ പരിച്ഛേദന. അവന് മനുഷ്യരാലല്ല ദൈവത്താൽ തന്നെ പുകഴ്ച ലഭിക്കും. അപ്പം ദൈവം ആഗ്രഹിക്കുന്നത്, പഴയ നിയമത്തിൽ കർത്താവായ യേശുക്രിസ്തു കാൽവയുടെ ക്രൂശിൽ പഴയ നിയമത്തിൻ്റെ യാഗങ്ങൾ എല്ലാം പൂർത്തീകരിച്ചു. ഇനി പ്രവൃത്തിയില്ല. ഇനിയൊരു ഒരു വിധത്തിലുള്ള പ്രവൃത്തിയില്ല എന്ന് ഗലാത്യരുടെ ലേഖനത്തിൽ എഴുതിയതിന് ശേഷമാണ് ചിലരൊക്കെ പറഞ്ഞു ഇത് ആവശ്യമാണെന്ന് പറഞ്ഞപ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, യേശു തൻ്റെ ഇനിയിപ്പോൾ ഒരു പ്രവൃത്തിയുടെ ആവശ്യമില്ല, ഇനിയുള്ള പരിച്ഛേദന നടക്കാൻ പോകുന്നത് ഹൃദയത്തിനകത്തുള്ള പരിച്ഛേദനയാണ്. ഹൃദയത്തിനകത്തുള്ള പരിച്ഛേദനയുള്ള ദൈവ മക്കളുടെ ജീവിതത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ഒരു ഉടമ്പടിയും ദൈവത്തിൻ്റെ ഒരു സംരക്ഷണവും ദൈവത്തിൻ്റെ ഒരു വാക്തത്വവും കിടപ്പുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ ദിവസങ്ങൾ വിശ്വസിച്ചോ, ദൈവം ചില പ്രവർത്തികൾ എൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ പോവുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അവൻ ദൈവം ആഗ്രഹിച്ചതും പഴയ നിയമം ഒരു നിഴലായി നിൽക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു കാൽവയുടെ ക്രൂശിൽ യാഗമായി തീർന്നതും ഒരു പരിച്ഛേദനയായിട്ടാണ് കരുതപ്പെടുന്നതിലേക്ക് നമുക്ക് പോകുന്നില്ല. പക്ഷേ ആമേൻ ദൈവവുമായിട്ടുള്ള അകൽച്ചയെ കർത്താവായ യേശുക്രിസ്തു ദൂരത്തായിരുന്ന നമ്മളെ യേശു കർത്താവ് സമീപസ്ഥരാക്കി മാറ്റി. ഹല്ലേലൂയ, കർത്താവിലേക്ക് ദൈവത്തിലേക്ക് നമ്മളെ അടുപ്പിച്ചു. യേശു ക്രിസ്തുവിൽ ഒന്നായി തീരുന്ന ദൈവത്തിൽ ദൈവത്തിലാണെന്ന് വിശ്വസിക്കാൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ വിശ്വാസം പറയാം, ഐ ആം ഇൻ ദ സേഫ് ഹാൻഡ്സ് ഓഫ് ഗോഡ്. ദൈവ യേശു ക്രിസ്തുവിലായവന്റെ മേൽ ശത്രുവിന് ക്ഷയമെടുക്കുവാൻ കഴിയത്തില്ല. അപ്പോൾ അകമേ യഹൂദനായവൻ അത്ര യഹൂദൻ, അക്ഷരത്തിലല്ല ആത്മാവുള്ള ഹൃദയ പരിച്ഛേദന അത്രേ പരിച്ഛേദന. അവന് മനുഷ്യരല്ല ദൈവത്താൽ തന്നെ പുകഴ്ച ലഭിക്കും. അപ്പോൾ ഡ്യൂട്രോണമി 10:14 ദൈവം പറയുകയാണ്, ആകയാൽ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യുവിൻ, ഇനിമേൽ ദുഷാഠ്യമുള്ളവരാകരുത്. നിങ്ങളുടെ ദുഷ്പ്രവൃത്തി അവിടെ പറയുന്നു, യഹോവയ്ക്ക് വേണ്ടി നിങ്ങൾ ഹൃദയത്തെ പരിച്ഛേദന ചെയ്യുവാനാണ് യെരമ്യാ പ്രവാചന പുസ്തകം. അപ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്ത് നമ്മൾ ഈ കഥാവിൻ്റെ വാക്തത്തിനകത്ത് വന്നു. പക്ഷേ നമ്മുടെ ഹൃദയത്തിനകത്ത് ഒരു രൂപാന്തരം വരാൻ തുടങ്ങുന്നു. ഹല്ലേലൂയ, അതിന് പരിച്ഛേദനയെ കാണിക്കുന്നു. ആ ഒരു രൂപാന്തരത്തിലേക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ഈ ദിവസങ്ങളിൽ നമ്മൾ കടന്നു വരുവാൻ തയ്യാറാകുമ്പോഴാണ് ദൈവത്തിൻ്റെ വാക്തത്വങ്ങളുടെ പൂർത്തീകരണങ്ങൾ നടക്കാൻ പോകുന്നത്. ആമേൻ. വന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ജീവിതത്തിന് മേൽ നമ്മുടെ ജീവിതത്തിന് മേൽ ദൈവിക വാക്തത്വങ്ങൾ കിടപ്പുണ്ട്. പക്ഷെ അതിൻ്റെ പൂർത്തീകരണങ്ങളിലേക്ക് കടന്നു വേണമെങ്കിൽ ഒരു ഹൃദയ പരിച്ഛേദന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ചോദിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അത് ദൈവത്താൽ തന്നെ പുകഴ്ച. അപ്പോൾ ആ ഒരു ഉടമ്പടിയിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിനെ കർത്താവ് നമ്മുടെ ഹൃദയത്തിനകത്ത് ചില വേർപാടുകൾ, ചില സെപ്പറേഷനുകൾ പാലിക്കേണ്ട ചില മണ്ഡലങ്ങളിൽ പാലിക്കാൻ തയ്യാറാകുമ്പോൾ ദൈവത്തിൻ്റെ കരം ചലിക്കാൻ തുടങ്ങും. ദൈവത്തെ ആരാധിക്കുക എന്ന് പറയുന്നത് ദൈവം ആഗ്രഹിക്കുന്ന തലങ്ങളുള്ള ആരാധന നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ വെളിപ്പെടാൻ തുടങ്ങുമ്പോൾ ദൈവത്തിൻ്റെ ചില പ്രവൃത്തികൾ വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയാകും. ഫിലിപ്പിയർക്ക് ലേഖനം അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ അവൻ അവിടെ എഴുതി വച്ചിരിക്കുകയാണ്, നാമല്ലോ പരിച്ഛേദനക്കാർ ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. ഹല്ലേലൂയ, ദൈവത്തെ ജഡത്തിൽ ആരാധിക്കുന്നവരല്ല,
പാരമ്പര്യമായി ആരാധിക്കുന്നവരല്ല, ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുന്നവൻ. ഹല്ലേലൂയ. അവൻ്റെ ദൈവത്തിന് വചനം പറയുന്നു, അവര് പരിച്ഛേദന ഏറ്റവരാണ്, അവര് യഹൂദന്മാരാണ്, അവര് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളുള്ള ദൈവമക്കളാണെന്ന് പുതിയ നിയമസഭയ്ക്കുള്ള ദൂതുണ്ട്. അത് ഏറ്റെടുക്കുക. ഈ ദിവസങ്ങൾ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കാൻ ഈ ദിവസങ്ങളിൽ തയ്യാറാകുന്നുവെങ്കിൽ വിശ്വസിച്ചോ, ചില ദൈവപ്രവൃത്തികൾ വെളിപ്പെടാൻ പോവുക. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. ചില ദൈവപ്രവൃത്തികൾ നമ്മളെ കാത്തിരിപ്പണമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എനിക്ക് വേണ്ടി ചില ദൈവപ്രവൃത്തികൾ കാത്തിരിക്കുന്ന വിശ്വസിക്കുന്നവരാണ്. ആ കാത്തിരിപ്പിന് അന്ത്യമുണ്ട്. ഈ ദിവസങ്ങൾ ദൈവം പ്രവർത്തിക്കാൻ പോവുകയാണ്. ദൈവത്തിന് പ്രവർത്തിക്കാൻ അസാധ്യമായി ഒന്നുമില്ല. ചില വേർപാടുകൾ ഞാൻ പ്രാപിക്കാൻ തയ്യാറാണോ? ചില ആമേൻ മണ്ഡലങ്ങളുടെ മേൽ ഈ ദിവസങ്ങളിൽ ഞാൻ എടുക്കേണ്ട ചുവടുവെപ്പുകൾ എടുക്കുവാൻ തയ്യാറാണോ? യെസ്, God is going to work in your life. ഹല്ലേലൂയ. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു യഹൂദനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് ആലയമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ആലയമാണ്. ആലയത്തിനകത്തുന്ന ആരാധന ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ദൈവം നിഷ്കർഷിച്ചിരിക്കുന്ന അണുവിട വിടാതെ ആമേൻ ഓരോ കാര്യങ്ങളും ആലയത്തിനകത്ത് നടക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം ആരാധന ആലയത്തിൽ മഹത്വം ഇറങ്ങി വരും. അങ്ങനെയാണെങ്കിൽ വിശ്വസിക്കുക, എൻ്റെ ശരീരമാകുന്ന ഈ ആമേൻ സ്തോത്രം ഈ ആലയത്തിനകത്ത് ആമേൻ കണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ശരീരത്തിന് ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരുമെന്നും എന്റെ ശരീരം ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരമാക്കി ദൈവം മാറ്റുമെന്നും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വന്നാൽ ചില ദൈവപ്രവൃത്തികൾ ശരീരത്തിനകത്ത് നടക്കും. ഹല്ലേലൂയ. ആമേൻ. അപ്പൊ പുതിയ നിയമവും പഴയ നിയമമായിട്ട് ചില കാര്യങ്ങൾ ഒത്തു പറയുന്നുള്ളൂ. അപ്പോൾ അതിനകത്ത് ദൈവമക്കൾക്ക് പഴയ നിയമം ആമേൻ നിഴലായി നിൽക്കുമ്പോൾ ആമേൻ പുതിയ നിയമം പൊരുളായി വെളിപ്പെടുകയാണ്. ഇസ്രായേലിന് വേണ്ടി ദൈവം വൻ കാര്യങ്ങൾ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ദൈവസഭയ്ക്ക് വേണ്ടി ദൈവത്തിന് വൻ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയുമെന്ന് എത്ര വിശ്വസിക്കുന്നുണ്ട്? ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ദൈവമക്കളെ ദൈവം ആരാധിക്കാൻ പിശാച് വിടത്തില്ല, പിശാച് സമ്മതിക്കത്തില്ല. കാരണം ആരാധിച്ച വിടുതൽ അതിനകത്ത്. യഥാർത്ഥത്തിൽ ആരാധന ഉണ്ടെങ്കിൽ അതിനകത്ത് അനുഭവിച്ച ദൈവത്തെ സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. സ്തോത്രം. ഉണ്ടോ? വിടുതലുണ്ടോ? ആമേ സൗഖ്യമുണ്ടോ? ആമേ സന്തോഷമുണ്ടോ? സമാധാനമുണ്ടോ? ഹല്ലേലൂയ. ഇന്ന് ഇതിനകത്ത് ആരാധിക്കാൻ കടന്നു വന്നതിന് എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആരാധന മടുപ്പല്ല. ആരാധന ആരും നിർബന്ധിച്ചിട്ട് വരുന്നില്ല. ആരാധന ആലയത്തിനകത്ത് ഒരു ആർത്തിയോടെ കടന്നു വരുവാൻ തയ്യാറാകുന്ന ജീവിതത്തിന് ഈ പകൽക്കാലം ഞാൻ വിശ്വസിക്കുന്നു ചില ദൈവ പ്രവൃത്തികൾ ആമേൻ ദൈവം പ്രവർത്തിക്കാൻ പോകുന്നു. നമ്മളാണ് പുതിയ നിയമ ഇസ്രായേൽക്കാർ. ആമേൻ ആമേൻ വാക്കുകൊണ്ടല്ല, ആമേൻ പ്രവൃത്തി കൊണ്ട് ചെയ്യുന്നവനാണ് യഥാർത്ഥത്തിൽ യഹൂദൻ. ആമേൻ ദൈവത്തിന് ജനമെന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുക. ഇവിടെ പറയാൻ നമ്മൾ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും നമ്മൾ തന്നെ പ്രശംസിപ്പാനല്ല. എനിക്ക് എന്തെങ്കിലും ശ്രേഷ്ഠതയോ മാന്യതയോ ഉണ്ടെങ്കിൽ യേശു തന്നതല്ലാതെ ഒന്നുമില്ലെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ഒന്നും ശ്രേഷ്ഠതയും മാന്യതയും പറയാൻ നമുക്കൊന്നുമില്ല. തന്നതൊക്കെ കർത്താവ് തന്നതേ ഉള്ളൂ. രക്ഷദാനമാണ്. ഹല്ലേലൂയ. ദാമൻ വാഗ്ദത്തങ്ങൾ ദാനമാണ്. എല്ലാം ദൈവ സ്നേഹത്തിൽ തന്നെയാണ് കർത്താവ് ചെയ്തിരിക്കുന്നത്. എന്നോടുള്ള മഹാകരുണയാണ്. ഹല്ലേലൂയ. അവ പൈശാചിക മണ്ഡലം ജനം വേർപെട്ട് ആരാധിക്കാൻ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ആരാധന നടക്കുന്നിടത്ത് പിശാച് പോകാൻ സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ. സ്തോത്രം. പണ്ട് കാലത്തൊക്കെ ബസ് പോലും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ നടന്ന് മൈലുകൾ പോയി താണ്ടി ദൈവത്തെ ആരാധിച്ച അവൻ പൂർവ്വ പിതാക്കന്മാരെ ദൈവം ശക്തമായി കരങ്ങൾ ഉപയോഗിച്ചത്. ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങൾക്ക് പല സാക്ഷ്യങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്. ഇന്നെല്ലാം ഉണ്ടായിട്ടും ആമേൻ ആരാധന അടുത്തുണ്ടെങ്കിൽ പോലും പലർക്ക് പോകാൻ മടിയായി. ഇന്ന് ചെവിക്കാത്തവരെ ആരാധന എത്തിയിരിക്കുകയാണ്. ചെവിക്കാത്ത എന്നാൽ അതുപോലെ ചെയ്യാൻ ജനം തയ്യാറാകാതിരിക്കുമ്പോൾ, ദൈവത്തെ ആരാധിക്കാൻ പൈശാചികളും സമ്മതിക്കാതിരിക്കുമ്പോൾ ഇന്ന് പകൽ പറയണം, ഞാൻ ആരാധിക്കാനാണ് ദൈവം എന്നെ വിളിച്ചത്. എൻ്റെ ശരീരം ആരാധന ആലയമാണ്, എൻ്റെ മനസ്സ് ആരാധന ആലയമാണ്, എൻ്റെ ബുദ്ധിമണ്ഡലം ആരാധന ആലയമാണ്. ഹല്ലേലൂയ. പിശാചേ വിട്ടു. സ്തോത്രം, സ്തോത്രം. ആരാധിച്ച വിടുതല. ഞാൻ വിശ്വസിക്കുന്നു ചിലർക്കതിനെതിരെ
ആരാധിക്കാൻ വരുന്ന വിടുതലിന് വേണ്ടി ആണെന്ന് അല്ലോ, വിടുതലിന് വന്നുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. സ്തോത്രം. ആരാധിക്കാൻ വിടുതൽ, ശരീരത്തിൽ വിടുതലും മനസ്സിനും ആത്മാവിനും ഒക്കെ ഒരു സന്തോഷം കിട്ടാറില്ലേ? ഉണ്ടോ? ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ആരാധിക്കുക. അപ്പോൾ ദൈവം യേശു ക്രിസ്തു വന്നത് മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. എന്നാൽ സമറിയക്കാരിയായ സ്ത്രീയുമായിട്ട് സംസാരിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനോട് പറയുന്ന മസിഹ എന്ന് വെച്ചാൽ ക്രിസ്തു വരുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു, അവൻ വരുമ്പോൾ സകലതും അവൻ അറിയിച്ചില്ല. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു സംഭാഷണം പല കാര്യങ്ങളിങ്ങനെ കർത്താവായ യേശു ക്രിസ്തു സമറിയക്കാരിയായ സ്ത്രീയുമായി സംസാരിക്കുമ്പോൾ കർത്താവ് ആരാധനയുടെ ഒരു ഭാഗത്തേക്ക് കടന്നു വരികയാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരാളോട് സുവിശേഷം പറയേണ്ടതെന്ന് അറിയണമെങ്കിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം വായിച്ചാൽ മതി. അതിനകത്ത് ചില കാര്യങ്ങൾ കർത്താവ് ഈ സ്ത്രീയുമായിട്ടുള്ള സംസാരം കാണുമ്പോൾ അറിയാം. കർത്താവ് ഡയറക്റ്റായിട്ടൊന്നും പറഞ്ഞില്ല. അവർ വെള്ളം കുടിക്കുന്നതിനെ പറ്റി പറഞ്ഞു തുടങ്ങിയതാണ്. പക്ഷേ സംസാരം തീരുമ്പോൾ ഈ സ്ത്രീ രക്ഷിക്കപ്പെട്ടു. ഈ സ്ത്രീ രക്ഷിക്കപ്പെട്ടെന്ന് മാത്രമല്ല, അവൾ കുടം വെച്ചിട്ട് അവൾ ഓടി ഗ്രാമത്തിൽ പോയി ഗ്രാമത്തെ മുഴുവൻ വിളിച്ചുകൊണ്ട് വന്നു. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ടവന് വെറുതെ ഇരിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അവൻ ആരാധിക്കുന്നവനാണ്. ആരാധിക്കുവാൻ ജനത്തെ കൂട്ടിവരുത്തും. അവർ ദൈവത്തെ ആരാധിക്കും. ദേശത്തിന്റെ മേൽ ചില ദൈവപ്രവൃത്തികൾ ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളുടെ ദൈവം കണ്ടിട്ടുണ്ടെന്ന്. ഹല്ലേലൂയ. സ്തോത്രം. ആ സ്ത്രീ സ്വപ്നത്തിൽ പോലും വിശ്വസിച്ചില്ല. പക്ഷേ അവളിൽ മറഞ്ഞു കിടന്ന ഒരു ദൈവിക കൃപയുണ്ടായിരുന്നു. അതിനെ കണ്ട യേശു അവളെയാണ് തിരഞ്ഞെടുത്തത്. ഇന്ന് സ്ത്രീകളെയും കർത്താവ് പലയിടങ്ങളിലായിട്ട് ശക്തമായി സ്വതം ഉപയോഗിക്കുന്നതായിട്ട് ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ യേശു പറയുന്നുണ്ട്, യഹൂദന്മാര് നിങ്ങൾ ഈ മലയിലും യെരൂശലേമിലും അല്ല ആരാധിക്കുന്ന നാഴിക വരുന്നു, അല്ല ഈ നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്ന ഈ മലയിലും അല്ല യെരൂശലേമിലുമല്ല. അത് സമയത്തിൻ്റെ പരിമിതി ഉള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങൾ അറിയുന്നതിനെ നമസ്കരിക്കുന്നു. അപ്പോൾ കർത്താവ് യേശു ക്രിസ്തു പറയാൻ ദൈവം ആത്മാവാകുന്നു, നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കും. അപ്പോൾ ആത്മാവിലും സത്യത്തിലും അല്ലാത്ത ആരാധനയ്ക്ക് പോയിട്ട് പ്രയോജനമില്ലെന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു വാസ്തവം. അപ്പോൾ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കാൻ നമുക്ക് ഈ ദിവസങ്ങളിൽ തയ്യാറാകാം. മോശയോട് ദൈവം പറയുന്നുണ്ട്, മോശ ഫറവോനോട് പറയുന്നുണ്ട്, ഫറവോനെ ജനത്തെ ആരാധിപ്പാൻ വിട്ടയക്കണം. നമ്മൾ മുമ്പ് പറഞ്ഞൊരു വിഷയമാണ്. സ്തോത്രം. ആരാധിപ്പാൻ ജനത്തെ വിട്ടയക്കണം. സ്തോത്രം. സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. കുടുംബത്തിനകത്തുള്ള ചിലരെ ശത്രു തടുത്തു വെക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് ഫറവോനോട് പറയാനുള്ള അധികാരം ഇതിനകത്തിരിക്കുന്ന ചില ദൈവമക്കൾക്ക് പറഞ്ഞിട്ടുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ ജനത്തെ ആരാധിപ്പാൻ വിട്ടയക്കുവാൻ പറഞ്ഞത്. അവൻ 10 അത്ഭുതങ്ങൾ ചെയ്തുവെങ്കിലും 10 അത്ഭുതങ്ങൾക്ക് ജനത്തെ വേർപെടുത്തി ആരാധനയ്ക്ക് കൊണ്ടുപോകാൻ സാധിച്ചില്ല. എന്നാൽ കുഞ്ഞാടിൻ്റെ രക്തം കട്ടിളപ്പടികളുടെ മേലും കുറുമ്പടികളുടെ മേലും അടയാളമാക്കിയപ്പോൾ അന്ന് രാത്രികാലം, ഒറ്റ രാത്രികാലം കൊണ്ട് പകൽ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ജനത്തെ ദൈവം പുറത്തു കൊണ്ടുവന്ന് ആരാധിക്കുവാൻ ചെങ്കടലിനെ കടത്തി, സ്നാനമാകുന്ന ചെങ്കടലിലൂടെ കടത്തി ജനത്തെ പുറത്തു കൊണ്ടുവന്നു. ഹല്ലേലൂയ. അവരെ ദൈവം വിളിച്ചത് ആരാധിക്കാനാ. സ്തോത്രം. എന്നെ ദൈവം വിളിച്ച് ആരാധിക്കാൻ എത്ര വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ അവിടെ നമുക്ക് മോശയോട് ഫറവോൻ പറയുന്നത്, ജനം നിങ്ങൾക്ക് ഞാൻ എല്ലാം തന്നേക്കാം, നിങ്ങൾ ഈജിപ്തിൽ നിന്ന് ആരാധിച്ചോ. സ്തോത്രം. നിങ്ങൾക്ക് എല്ലാ സംവിധാനവും ഞങ്ങൾ ചെയ്തു തരാം, നിങ്ങളിവിടെ നിന്ന് ആരാധിച്ചോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്തു. പക്ഷേ ഈജിപ്തിൽ നിന്ന് ആരാധിച്ചാൽ ഹല്ലേലൂയ വിടുതലിൽ നിന്ന് സ്തോത്രം നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ഈജിപ്തിനകത്ത് നിന്ന് വിട്ട് പുറപ്പെട്ട് സ്തോത്രം മരുഭൂമിയിലല്ല ചെങ്കടലും കടന്ന് എത്ര ദൂരെ പോയി ആരാധിക്കാൻ സാധിക്കുന്നു, അത്രയധികം ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരുന്നു. ഹല്ലേലൂയ.
ചെങ്കടൽ കടക്കുന്നിടത്ത് അവിടെ ആ ഫറവോന് പിടിയില്ലാത്തത്. ചെങ്കടൽ കടക്കാതെ ആരെങ്കിലും ഇതിനകത്ത് കേൾക്കുന്നുണ്ടെങ്കിൽ ഈ ദിവസങ്ങൾ ചെങ്കടലാകുന്ന സ്നാനജലത്തിൽ മുങ്ങാൻ നേരെ ദൈവജനത്തിലൊരു വേർപാടുണ്ടെന്ന്. വേർപെട്ട് ദൈവത്തെ ആരാധിച്ചെങ്കിൽ ദൈവ സാന്നിധ്യത്തിന്റെ പരിപൂർത്തി ജീവിതത്തിന്റെ മേൽ കടന്നു വരത്തുള്ളൂ. നിങ്ങൾ ഈ ചുറ്റുവട്ടങ്ങളിൽ നിന്ന് ആരാധിച്ചു ഇല്ല. ഞങ്ങളെ ആരാധന വേർപെട്ട ആരാധനയാ. ഞങ്ങളെ ആരാധന ആത്മാവിലുള്ള ആരാധനയാണ്. ഞങ്ങളുടെ ആരാധന വിഗ്രഹങ്ങൾ കൽപ്പിക്കുന്ന ആരാധനയല്ല. ഞങ്ങൾ വിശുദ്ധ ഭൂമിയിൽ നിന്ന് ആരാധിക്കും. ഹല്ലേലൂയ, 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 സ്തോത്രം, ആമേൻ. അപ്പോൾ മോശയെ പറ്റി പറഞ്ഞിരിക്കുന്നത് മോശ മിസ്രൈം വിട്ടുപോകുന്നെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ മോശ ഈജിപ്തിലായിരുന്നപ്പോഴും മോശയ്ക്കൊരു ദർശനമുണ്ടായിരുന്നു. സ്തോത്രം. ഇത് മിക്കവാറും ആരാധന കൊണ്ട് തീരുവോളുന്നു. സ്തോത്രം, ഹല്ലേലൂയ. നമുക്ക് അനുഗ്രഹമാണ് ഞാൻ വിശ്വസിക്കുന്നു. 5-6 വിഷയോടെ കിടപ്പുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. അപ്പോൾ മോശയോട് ദൈവം പറയുകയാണ്, മോശ ഈജിപ്തിലായിരുന്നപ്പോഴും മോശയ്ക്കൊരു ദർശനമുണ്ടായിരുന്നു. സ്തോത്രം. മോശയുടെ അമ്മ ചെവിയിൽ മന്ത്രിച്ചിട്ടുണ്ടായിരുന്നു, നിന്നെ ദിവ്യ സുന്ദരനായ മോശ സൗന്ദര്യമുള്ള ദിവ്യ സൗന്ദര്യമുള്ള പൈതലായ എന്നാണ്. ഞാൻ സൗന്ദര്യമല്ല, ഹിയർ എ ഡിവൈൻ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു ഡിവൈൻ ഗ്രേസ് ആ മനുഷ്യൻ്റെ മേലുണ്ടായിരുന്നു. ആ വ്യക്തി ചെവി കേട്ടത് സ്തോത്രം അവസാനത്തോളം സൂക്ഷിക്കാൻ തയ്യാറായി. മിസ്രൈമിലായിരുന്നപ്പോഴും ഈജിപ്തിലായിരുന്നപ്പോഴും അവിടെ ഉണ്ടായിരുന്ന ദൈവങ്ങളെ ഞാൻ വിശ്വസിക്കുന്നത് മോശ ആരാധിച്ചിരുന്നില്ല. പട്ടിയെയും പൂച്ചയും ഈജിപ്തിൽ പോലുള്ളവർക്കറിയാം, പട്ടിയെയും പൂച്ചയും പാമ്പിനെയും സകലത്തിനെയും എന്തെല്ലാം കിട്ടി അതിനെല്ലാം ആരാധിക്കുന്ന ഒരു ജനവിഭാഗമായിരുന്നു ഈജിപ്തിനുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ മോശ തിരുവചനം പറയുകയാണ്, അത് ഹെബ്രായക്കാർക്ക് ലേഖനത്തിൽ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് മോശ അവിടെ എഴുതിയിരിക്കുന്ന മോശ സ്തോത്രം കിട്ടിയെങ്കിൽ വായിക്കാം. 11-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് മോശ സ്തോത്രം സ്തോത്രം ഹല്ലേലൂയ. ഒരു നിമിഷം കഥാ സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. മോശ ദൈവത്തെ ഈജിപ്തിൽ ആരാധിച്ചിരുന്നില്ല. മോശ മിസ്രൈമിന്റെ വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. അപ്പം 2 കാര്യങ്ങൾ മോശ ചെയ്തു. ഒന്ന്, തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നു. അപ്പൊ മോശ ഈജിപ്തിനകത്ത് സകല സുഖഭോഗങ്ങളുമുണ്ട്, സ്വതം സകല സൗകര്യങ്ങളുമുണ്ട്. അവിടെ എല്ലാ പാപവും ചെയ്യുവാൻ ജഡത്തിൻ്റെതായ പ്രവൃത്തികൾ ചെയ്യുവാനുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പൊ അതിൻ്റെ മധ്യേ നിന്നുകൊണ്ട് തൻ്റെ ജീവിതത്തെ വേർപാട് പ്രാപിച്ചുകൊണ്ട് പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തോട് നോ പറയാൻ തയ്യാറായി. ഈ ഹോളിനകത്തിരുന്ന് ദൈവത്തെ ആരാധിക്കാൻ എളുപ്പമല്ല. പക്ഷേ പല സൗകര്യങ്ങളും നമ്മൾ ആരാധിച്ചിരിക്കും. പക്ഷെ ഇതിനകത്തുനിന്ന് പുറത്ത് പോകുമ്പോൾ നമ്മൾ പോകുന്ന ആയിരിക്കുന്ന അവസ്ഥകളിൽ, നമ്മൾ ആയിരിക്കുന്ന ഭവനങ്ങളിൽ, നമ്മളായിരിക്കുന്ന സമൂഹത്തിനകത്ത് ഒരു വേർപാട് പാലിക്കാൻ അത്ര എളുപ്പമല്ല. പക്ഷേ അതിനു വേണ്ടി വേർപാട് ഈ ദിവസങ്ങളിൽ പാലിക്കാൻ തയ്യാറാകുന്ന മോശമാരുടെ ജീവിതത്തിന്റെ മേൽ ഈ ദിവസങ്ങളിൽ ദൈവപ്രവൃത്തി വെളുപ്പം നോ പറയാൻ തയ്യാറായി. എത്ര പേര് എന്നെ പിന്നോട്ട് പിടിക്കുന്ന, എന്നെ പല ഭാഗത്തുനിന്ന് പാപത്തിന്റെ തൽക്കാല ഭോഗങ്ങൾ എന്നെ പിടിച്ചുലയ്ക്കാൻ ശ്രമിക്കുമ്പോൾ മോശ പറയും, എന്റെ വിളിയും തെരഞ്ഞെടുപ്പും ഇതല്ല, ഞാൻ ഇവിടെ ആയിരിക്കേണ്ടവനല്ല, എനിക്കൊരു വാഗ്ദത്ത ദേശമുണ്ട്. ഹല്ലേലൂയ, ആമേൻ. അപ്പോൾ മോശ ഓൾറെഡി തനിക്കൊരു വ്യക്തമായ ഒരു ദർശനം മോശയുടെ ഉള്ളിൽ ദൈവം കൊടുത്തിരുന്നു. ആ വാക്യം വായിക്കാൻ താഴോട്ട് പറ്റും.
ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. പ്രതിഫലം നോക്കിയതുകൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിസ്രയീമിലെ നമുക്ക് പിന്നെ വായിക്കാം. ഓക്കെ. അപ്പോൾ മോശ അവിടെ ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാളും ക്രിസ്തുവിന്റെ നിന്ന വലിയ. അപ്പം ഇസ്രായേലിൽ ജീവിച്ചാൽ അടുത്ത 10 തലമുറയല്ല, അതിനപ്പുറത്ത് ജീവിക്കാനുള്ള സാധന എല്ലാ സൗകര്യങ്ങളും ഉള്ളപ്പോഴും അതിനെല്ലാം വിട്ടുകൊണ്ട് സ്തോത്രം കർത്താവിൻ്റെ വിളിയെയും തെരഞ്ഞെടുപ്പേയും വ്യക്തമായി കണ്ടുകൊണ്ട് അതിനെ മോശ വിട്ടുപോകുവാൻ തക്കമണവിടെയായി. അവിടെ നിന്ന് ഓടിപ്പോകുന്ന മോശയുടെ ഓട്ടം ഹല്ലേലൂയ മിസ്രയീം വിട്ട് അനേക ദൂരങ്ങളിലേക്കാണ് മോശ ഓടുന്നത്. ആ ഓട്ടം ചെന്ന് അവസാനിച്ചത് മിദ്യാനിയ പുരോഹിതനായിരുന്ന ജത്രോയുടെ ഭവനത്തിനകത്ത് മോശയെ ദൈവം എത്തിക്കുമ്പോൾ അതിനകത്തും അന്യാരാധനയാണ് നടക്കുന്നത്. ഹല്ലേലൂയ ഹല്ലേലൂയ. അതിനകത്ത് മോശ ഒരു വേർപാട് പാലിക്കാൻ തയ്യാറായി. ഞാൻ വിശ്വസിക്കുന്നത് ജത്രോയുടെ മകളെ കല്യാണം കഴിക്കുമ്പോഴും മിദ്യാനിയൻ ആരാധിച്ചിരുന്ന ദൈവങ്ങളെ മോശ ആരാധിച്ചിരുന്നില്ല. പക്ഷെ ആരാധന മോശയ്ക്ക് അറിയില്ലായിരുന്നു. സ്തോത്രം. അവിടെ മോശ ഹോരേബിന്റെ അറ്റത്തോളം ദൈവം മോശയെ നടത്തുമ്പോൾ, ദൈവം മോശയുമായിട്ട് ആദ്യം കണ്ടുമുട്ടുമ്പോൾ ദൈവം മോശയോട് പറയുന്നൊരു കാര്യമുണ്ട്. മോശേ, നിനക്ക് നീ ആരുടെ മുമ്പിലാണ് നിൽക്കുന്നതെന്ന് നിനക്കറിയത്തില്ല. ഹല്ലേലൂയ. നമ്മൾ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? സ്തോത്രം. ഇത് വിശുദ്ധ ഭൂമിയാണെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ദൈവ സാന്നിധ്യം ഇറങ്ങുന്ന സ്ഥലം വിശുദ്ധമാ. ഹല്ലേലൂയ. ഇതൊരു ഹോളല്ല, ഇതിനകത്ത് ദൈവ സാന്നിധ്യം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ പറയാം, ഞാൻ ചവിട്ടി നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാ. ഹല്ലേലൂയ. മോശെ, ഞാൻ നിന്നെ ആരാധന പഠിപ്പിക്കാൻ പോവാ. സ്തോത്രം. അന്നാണ് മോശ ആദ്യമായിട്ട് ആരാധന എങ്ങനെയാണെന്നുള്ളതിനെ പറ്റി മനസ്സിലാക്കാൻ തുടങ്ങിയത്. നിന്റെ കയ്യെ ശുദ്ധീകരിക്കുക മോശേ, നിന്റെ കാലുകളെ ശുദ്ധീകരിക്കുക, നിന്റെ കയ്യിലിരിക്കുന്ന വടിയെടുത്ത് താരോട്ടിട്. നിന്റെ കയ്യിലിരിപ്പ് മാറ്റ്, നിന്റെ മനസ്സിലിരിപ്പ് മാറ്റ്. ഹല്ലേലൂയ. നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണ്. നിന്റെ ചെരുപ്പെടുത്ത് പുറത്ത് വെക്ക്. ലോകത്തിലുള്ള ഒന്നും ദൈവസഭയ്ക്കകത്ത് ദൈവഹിതമല്ലാത്തത് നടക്കരുത്. ഹല്ലേലൂയ. സ്തോത്രം. നിന്റെ പൊടിയെ തട്ടിക്കളയാ ഇസ്രായേൽ കന്യകേ എന്ന ദൈവത്തിന്റെ വചനം പറയുന്നത്. നീ എഴുന്നേൽക്ക്, ദൈവത്തെ ആരാധിക്കാൻ തയ്യാറാക, ലോകത്തിന്റെ മാലിന്യങ്ങളെ വിട്ടോടുവാൻ തയ്യാറാക. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. ദൈവജനത്തിന് വേർപാടില്ലേ? ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ ദൈവം മോശ ആ പർവ്വതത്തിന് മുകളിൽ കയറുമ്പോൾ ദൈവം എഴുതി കൊടുത്ത, ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ അവിടെ മടക്കി കൊണ്ടുവരും, നീ പർവ്വതത്തിൽ ദൈവത്തെ ആരാധിക്കും എന്നുള്ളത് അതിനുള്ള തെളിവായിരിക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ. ജനത്തെ ഇറക്കിക്കൊണ്ടുവരിക മോശ. ജനത്തെ ഇറക്കിക്കൊണ്ടുവന്ന് പർവ്വതത്തിന് മുകളിൽ മോശയെ ദൈവം കൊണ്ട് എത്തിച്ചു. അവിടെ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കാൻ വേണ്ടിയാണ് ദൈവം അതിൻ്റെ പ്രമാണങ്ങൾ എഴുതി കൊടുക്കുമ്പോൾ, ആദ്യത്തെ പ്രമാണം ദൈവം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ താഴെ കാളക്കുട്ടിയെ ഉണ്ടാക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. തിരിച്ചറിയുന്ന എത്ര പേരുണ്ട്? ഇന്ന് ആരാധനയ്ക്ക് തടയുന്ന പൈശാചിക മണ്ഡലമുണ്ട്. മിസ്രയീമിൽ നിന്ന് വിട്ടുപോകുന്നെങ്കിലും ചെങ്കടൽ കടന്ന കാൽനടയായി പോയെങ്കിലും ഇസ്രായേലിലെ പൈശാചിക ശക്തികൾ ഇസ്രായേലിനെ പിന്തുടരുന്നു. പൈശാചിക മണ്ഡലത്തിന് വിസയുടെ ആവശ്യമില്ല. അല്ലേ? അവൻ എവിടെ വേണേലും പോകും. ചെങ്കടലിൽ ഫറവോൻ മുങ്ങി, ഫറവോൻ ചത്തില്ല. സ്തോത്രം. ബാക്കി എല്ലാവരും വെള്ളത്തിന് മീതെ കിടക്കുന്നതായിട്ടാണ് കാണുന്നത്. ഫറവോൻ മരിച്ചില്ലെന്നാണ് പറഞ്ഞില്ല. അതുകൊണ്ടാണ് പിശാചിനെ കാണിക്കുന്നത്. സ്തോത്രം. ഇന്ന് ഫറവോന് ചെങ്കടലിന് അപ്പുറത്ത് കടന്നു തരാൻ കഴിയത്തില്ല, ഇപ്പുറത്ത്. അതുകൊണ്ട് തിരിച്ചു പോകരുത്, കാരണം വീണ്ടും സ്തോത്രം പ്രശ്നമാണ്. പക്ഷേ അവിടെ ഭരിച്ചിരുന്ന പൈശാചിക മണ്ഡലങ്ങൾ ചെങ്കടൽ അതിന് വിഷയമല്ല. ചെങ്കടൽ കടന്ന് ഏത് കടലും കടന്നവൻ വരും. ഹല്ലേലൂയ. നമ്മളെ പിന്തുടരുന്ന ഇരുട്ടിന്റെ വ്യാപാരങ്ങളുടെ മേൽ ഇന്ന് ജയമെടുക്കണമെങ്കിൽ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കാൻ തയ്യാറാകണം. ഹല്ലേലൂയ. ചില പൈശാചിക മണ്ഡലങ്ങളിൽ പാരമ്പര്യത്തിന് ശക്തിമേൽ എന്നെ പിന്നോട്ട് പിടിക്കാൻ, ദൈവിക പദ്ധതി എന്ന ജീവിതത്തിലെ നിവൃത്തികരണങ്ങൾ ചെയ്യുവാൻ സമ്മതിക്കാതെ ഹല്ലേലൂയ പിന്നോട്ട് പിടിക്കുന്ന ഏതെങ്കിലും മണ്ഡലങ്ങളുണ്ടെങ്കിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ
ബാധിക്കുന്ന ഇരുട്ടിന്റെ വ്യാപാരങ്ങളുണ്ടെങ്കിൽ ആ 430 വർഷം ആകാശം പറഞ്ഞ മണ്ഡലങ്ങൾ എന്നെ പിടിക്കാൻ ഏതോ സമ്മതിക്കുന്നില്ല. അപ്പം ആദ്യം നടന്ന ആരാധനയാ മറിയാം തപ്പെടുത്ത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. പുതിയ പാട്ട് ആരാധിച്ചില്ലെങ്കിലും ഹല്ലേലൂയ, മറിയത്തിന് ആരാധിക്കാതിരിക്കാൻ കഴിയത്തില്ല. മറിയാം തപ്പെടുത്ത് ദൈവത്തെ നൃത്തം ചെയ്ത് ആരാധിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ, മറിയം നൃത്തം ചെയ്ത് ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ ഹല്ലേലൂയ, ചുറ്റുമുട്ടുള്ളവർ എഴുന്നേറ്റ് ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. അവിടെ നടന്ന ആദ്യം ആരാധനയാ. ചെങ്കടൽ കടന്ന ദൈവജനത്തിന്റെ ജീവത്തിന് മേൽ ഇന്ന് നടക്കണമെന്ന ആദ്യം ആരാധനയാ. ദൈവം തന്ന വിടുതലിനായി എത്ര ദൈവത്തെ ശ്വാസം ചെയ്യുക. എന്റെ ചെങ്കടൽ കടത്തിനായി പൈശാചിക മണ്ഡലങ്ങൾ എന്റെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറിയതായി ദൈവത്തെ എത്ര ശ്രുതിക്കാൻ തയ്യാറാകും. സ്വത്രം 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 സ്വത്രം. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ, ആമേൻ. ഒരു പുതിയ പാട്ട് ദൈവം വായിൽ കൊടുത്തു. സ്തോത്രം. അതുകൊണ്ട് ദൈവത്തെ ആരാധിക്കാൻ നാണിക്കേണ്ട ആവശ്യമില്ല. ആമേൻ. ഇതിനകത്ത് യഥാർത്ഥ ആരാധന വെളിപ്പെട്ട സ്തോത്രം. ഇതിനകത്ത് ചില ദൈവപ്രവൃത്തികൾ വെളിപ്പെടാൻ പോവുക. ഹല്ലേലൂയ. ആരാധനയ്ക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകുക. ദൈവത്തിന്റെ സത്യ ആരാധന ദൈവസഭയ്ക്ക് യഥാർത്ഥത്തിൽ വെളിപ്പെട്ടാൽ രോഗശക്തികൾ അഴിയാൻ തുടങ്ങും. ഭൂതത്തിന്റെ ശക്തി കേന്ദ്രങ്ങൾ തകരാൻ തുടങ്ങും. ശാപത്തിന്റെ കെട്ടുകൾ തകരാൻ തുടങ്ങും. ആമേ, എത്ര പേര് തീരുമാനമെടുക്കും എന്റെ ശരീരം ഒരു വിശുദ്ധാലയമായി സത്യദൈവത്തെ മാത്രം ആരാധിക്കുവാൻ ദൈവഹിതമല്ലാത്ത ഒരു ആരാധനയ്ക്ക് ആമേ ഞാൻ നിങ്ങൾ കൈകൊടുക്കത്തില്ലെന്ന്. ഹല്ലേലൂയ. ദൈവ ആലയത്തിനകത്ത് ആമേൻ നമുക്ക് മുമ്പ് പറഞ്ഞു ഇല്ലാത്ത ഒരു സാധനം ഉണ്ടെങ്കിൽ അത് സ്തോത്രം കസേരയായിരുന്നു. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ഇന്ന് കസേരയായി, പ്രൊജക്ടറായി, ഹല്ലേലൂയ, സൗണ്ട് സിസ്റ്റങ്ങളായി. ഹല്ലേലൂയ. അതിലൊന്നും ദൈവത്തിന്റെ ആരാധന റീപ്ലേസ് ചെയ്യാൻ സാധിക്കത്തില്ല. അകത്തുള്ള ആരാധന ആദ്യം കത്താൻ തുടങ്ങിയാൽ ഇതൊന്നുമില്ലെങ്കിലും ആമേൻ തീ കത്തുന്ന ആരാധന ദൈവ ആലയത്തിനകത്ത് വെളിപ്പെടും. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്, എത്ര പേർക്ക് ആഗ്രഹമുണ്ട്, എത്ര പേർക്ക് ആഗ്രഹമുണ്ട്. കമോൺ. ചില കെട്ടുകളെ പൊട്ടിക്കാൻ കഴിയുന്ന ആരാധന. ആമേൻ. ചില ദുർശക്തികളെ ഈ ദിവസങ്ങൾ ചില ഭാഷകളെ തകർക്കാൻ കഴിയുന്ന ആരാധന. എന്റെ ശരീരത്തെ ബലപ്പെടുത്തുവാൻ, എന്റെ രോഗബന്ധനങ്ങൾ അഴിച്ചു മാറ്റാൻ കഴിയുന്ന ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആ ദിവസം നിൽക്കുന്ന സ്ഥലം കുലുക്കുന്ന ആരാധന. കാരാഗൃഹത്തിന് നടന്ന ആരാധന കാരാഗൃഹത്തിന് അടിസ്ഥാനത്തെ കുലുക്കി. ഹല്ലേലൂയ. അവിടെ മൈക്കില്ലായിരുന്നു. ഹല്ലേലൂയ, ആമേൻ. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ഒരു അനേകർ രക്ഷിക്കപ്പെടുവാൻ ആരാധന മുഖാന്തരമായി. ആമേൻ. ആരാധനയ്ക്കകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുമ്പോൾ ദേശം അറിയും. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? കൊച്ചുമുറിക്കകത്ത് കിടന്ന് ആരാധിച്ച 120 പേരുടെ ആരാധനയ്ക്കുള്ളിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങിയപ്പോൾ ലോക ചരിത്രത്തെ തിരുത്തുവാൻ തക്കവണ്ണം ഒരു ദൈവശക്തിയുടെ ആമേൻ ഉത്ഭവം അതിനകത്തുനിന്ന് ദൈവം വെളിപ്പെടുത്തിയെങ്കിൽ ഹല്ലേലൂയ. സാഹചര്യങ്ങൾ നോക്കണ്ടതിന്റെ മുഖത്തേക്ക് നോക്കാൻ തയ്യാറാകാം. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് ആ സത്യ ആരാധനയിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമുക്ക് കഥാവിന്റെ സന്നിധിയിലേക്ക് ഏൽപ്പിക്കാം. സമയത്തിൻ്റെ പരിമിതികളുണ്ടല്ലോ. ഇന്നത്തെ തിരുവനന്തപുരത്തിൽ നിന്നും വിരമിക്കുവാൻ താല്പര്യപ്പെടുമ്പോൾ എത്ര പേർ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കും കഥാവ് ഈ ദിവസങ്ങളിൽ ദൈവം ആഗ്രഹിക്കുന്ന തലത്തിൽ. ആമേൻ. ആരെയും നോക്കുവാനല്ല. ആരാധന ഇന്ന് പാട്ട് പാടുന്നതും തീർച്ചയായിട്ടും നമ്മുടെ കഥാവിനെ കൈകൊട്ടി പാടുന്നതിന് അപ്പുറത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ശരീരത്തിനുള്ളിൽ, നമ്മുടെ ജീവിതത്തിനുള്ളിൽ വെളിപ്പെടുന്നതാണ്. അത് നമ്മളെ ട്രാൻസ്ഫോം ചെയ്യാൻ തുടങ്ങും. ആരാധന നമ്മളെ ട്രാൻസ്ഫോം ചെയ്യുന്നതാണ്. നമ്മുടെ ശരീരങ്ങളിൽ വിശുദ്ധ മന്ദിരമായി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നത് നന്മയും പൂർണ്ണതയും പ്രസാദവുമുള്ള ദൈവഹിതമെന്താണ് തിരിച്ചറിയുവാൻ ആമേൻ ഈ ദിവസങ്ങളിലും നമുക്ക് തയ്യാറാകാം. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. നമുക്ക് ചുരുക്കമായി പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിലും കർത്താവിനെ ആരാധിക്കുവാൻ ആമേൻ മാത്രമല്ല കർത്താവിനെ സേവിക്കുവാൻ കൂടി ദൈവം നമ്മൾ വിളിച്ചതെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിനെ ഞാൻ നിന്നെ ആരാധിക്കാം.
ആത്മാവിലും സത്യത്തിലും സ്തുതിക്കും. ഞാൻ നിന്നെ ആരാധിക്കാം, ആത്മാവിലും സത്യത്തിലും സ്തുതിക്കും. ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആഴിയുമൂഴിയും നിർമ്മിച്ച നാഥനെ, ആഴിയുമൂഴിയും നിർമ്മിച്ച നാഥനെ, ആത്മാവിൽ ആരാധിക്കാൻ കർത്താവിനെ നിത്യം സ്വദേശിടും ഞാൻ. ആത്മാവിൽ ആരാധിക്കാൻ കർത്താവിനെ നിത്യം സ്വദേശിടും ഞാൻ. പാപത്താൽ നിറയപ്പെട്ട എന്നെ നിന്റെ ആണിയാൽ പീഡിച്ചെടുത്തു. പാപത്താൽ നിറയപ്പെട്ട എന്നെ നിന്റെ ആണിയാൽ പീഡിച്ചെടുത്തു. പാവനീനം തന്നു പാപത്തിൻ കറ പോക്കി, പാവനീനം തന്നു പാപത്തിൻ കറ പോക്കി. രക്ഷിച്ചതാവെന്നെ ഞാൻ എന്നാലും ആത്മാവിൽ ആരാധിക്കാം. രക്ഷിച്ചതാവെന്നെ ഞാൻ എന്നാലും ആത്മാവിൽ ആരാധിക്കാം. ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആഴിയുമൂഴിയും നിർമ്മിച്ച നാഥനെ,